ശ്രീ തോമസ് ഉണ്ണിയാണ്. സാർ, സംഭരിക്കുന്ന നെല്ലിൻ്റെ വില യഥാസമയത്ത് തന്നെ കൃത്യമായി കൊടുക്കുന്നതിന് പകരം അത് PRS ലോണായി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കുറേ നാളുകളെ അവലംബിച്ചിട്ടുള്ളത്. പക്ഷേ PRS ലോൺ വഴി ലഭിക്കുന്ന തുക സർക്കാർ കൃത്യമായ സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ടും വലിയ നിലയിലുള്ള ഒരു ബുദ്ധിമുട്ട് കർഷകർക്ക് നേടുകയാണ്. സിബിൽ സ്കോർ വല്ലാത്ത നിലയിൽ താന്നു പോവുകയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി ലോണിന് വേണ്ടി ബാങ്കിന് അപേക്ഷിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അപേക്ഷിക്കും. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആള് മാറിയാണ് ലോണിന് അപേക്ഷ കൊടുക്കുന്നത്, കർഷകനല്ല, മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ തരത്തിലുള്ള PRS ലോണിൻ്റെ ആ സംവിധാനത്തിൽ മാറ്റം വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ PRS ലോണ് കൃത്യമായി യഥാസമയത്ത് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും? ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട തൃക്കാക്കര അംഗത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരുന്നു. ഈ PRS സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതിന് കുറച്ചുകൂടെ ഈവണാക്കി കൃത്യതയോടെ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് സപ്ലൈകോ ഈ ബാങ്ക് കൺസോർഷ്യവും PRS ലോൺ വിവരങ്ങൾ യഥാസമയം ലഭ്യമാക്കുന്നത് സപ്ലൈകോ പോർട്ടലുമായി വെബ് സർവീസ് ഇൻറ്റിഗ്രേഷൻ നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവിടെ സംഭവിക്കുന്നത് കർഷകർക്ക് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഈ പറയുന്ന പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. അത് സിബിൽ സ്കോറിനെ ബാധിക്കുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. സപ്ലൈകോയുടെ ഔദ്യോഗിക ഭാഷണത്തിൽ ഇത് വന്നിട്ടില്ല എന്ന നിലയിലാണ് പലപ്പോഴും അവർ പറയുന്നത്. പക്ഷേ ഞാൻ കർഷകരുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ, ജനപ്രതിനിധികളൊക്കെ സംസാരിക്കുമ്പോൾ ഇത് അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കുന്നെന്ന് ഗുരുതരമായ സാഹചര്യം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരും വർഷങ്ങൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇതിനനുസരിച്ചുള്ള സാങ്കേതിക മാറ്റങ്ങൾ പോർട്ടലിൽ കൊണ്ടുവരാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.